കോഴിക്കോട് വലിയങ്ങാടിയിലെ അപകടം 4 ജീവനുകളാണ് കവർന്നെടുത്തതെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ ഇനിയുമുണ്ട് ദ്രവിച്ചു പഴകിയ കുറേ കെട്ടിടങ്ങൾ. ഏത് നിമിഷവും തകർന്നു വീഴാറായ ഈ കെട്ടിടങ്ങൾ കോർപ്പറേഷൻ വീണ്ടും ലേലം ചെയ്ത് വാടകയ്ക്ക് നൽകുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരം. യാതൊരു സുരക്ഷയുമില്ലാത്ത കോർപ്പറേഷൻ വാടക വാങ്ങിക്കൊടുക്കുന്ന ഈ കെട്ടിടങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ് നമ്മുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ്. കാരപ്പറമ്പിലെ കോർപ്പറേഷൻ മാർക്കറ്റിലേക്കാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ കാരപ്പറമ്പിലുള്ള മാർക്കറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ മാസം 17-ന് ലേലം ചെയ്ത് വാടകയ്ക്ക് നൽകിയിട്ടുള്ള കെട്ടിടമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ ഭാഗവും ഈ കെട്ടിടത്തിന്റെ ഓരോ ഭാഗവും ഓരോ നിമിഷവും ഇങ്ങനെ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കെട്ടിടം വീണ്ടും ഒരു ലേലത്തിൽ വെച്ച് വാടകയ്ക്ക് നൽകാൻ എങ്ങനെയാണ് യുക്തിബോധമുള്ള ഒരു കോർപ്പറേഷൻ സംവിധാനത്തിന് സാധിക്കുക? ഒരു മീൻ മാർക്കറ്റ്, നിരവധി കടകൾ, കരാട്ടെ പരിശീലന കേന്ദ്രം, കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു വീണു കഴിഞ്ഞു. എന്നാലും കോർപ്പറേഷന് വാടക മാത്രം കിട്ടിയാൽ മതി. അതിന് തെളിവാണ് കഴിഞ്ഞ 17-ന് മാർക്കറ്റ് ലേലം ചെയ്ത് വാടകയ്ക്ക് നൽകിയ നടപടി. എത്രയോ പരാതികളെല്ലാം കൊടുത്തു. കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധ ഇതുമില്ല. അത് അടുത്ത കൊല്ലം ചെയ്യും എന്നല്ലാതെ ഇന്ന് രാവിലെ ഒരു കഷ്ണം വീണ് കിടക്കുക, അതേപോലെ രക്ഷപ്പെട്ടു പോയതാ. ഇവിടെ ആൾ വന്ന് നോക്കി പോകാന്നല്ലാണ്ട് അതിനൊരു നടപടിയും കാര്യങ്ങളും നടക്കുന്നില്ല. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ ഈ മുകൾ ഭാഗത്ത് അല്പം കൂടി സ്ഥിതി വളരെ രൂക്ഷമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നേരിട്ട് കണ്ടറിയാം. ഈ പോകുന്ന വഴിയിലൊക്കെ കാണാൻ കഴിയും, സിമന്റ് ഇങ്ങനെ അടർന്നു വീണതിന്റെ പാടുകൾ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ കഴിയും. മുകളിലേക്ക് പോകാൻ തന്നെ മടിയല്ല, പേടിയാണ്. ഞങ്ങൾ പോയപ്പോഴും സിമന്റ് കഷ്ണങ്ങൾ ഇങ്ങനെ വീണു തുടങ്ങുന്നു. സ്വയരക്ഷ കരുതിയാണ് ഈ ഹെൽമറ്റ് തലയിൽ വെച്ചത്. ചെറിയ കുട്ടികൾ പങ്കെടുക്കുന്ന കരാട്ടെ ക്ലാസ് അടക്കം നടക്കുന്ന ഒരു കെട്ടിടമാണിത്. ഈ കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. ഏത് നിമിഷവും ഇത് തകർന്ന് കുട്ടികളുടെ തലയിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഒരു അപകടമുണ്ടായതിനു ശേഷമാകരുത് ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കേണ്ടത്. അടിയന്തര ശ്രദ്ധ കോർപ്പറേഷൻ അധികൃതർ ഈ വിഷയത്തിൽ പതിപ്പിക്കേണ്ടതുണ്ട്. വിഷ്ണു കച്ചേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.